ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ പിക്കിൾ സീരീസ് എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്കിൾസ് നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ പിക്കിൾ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയ പ്രോൺസ് പിക്കിൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മളോട് സംശയങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അതിൽ പ്രോൺസ് ഫ്രൈ ചെയ്യുന്നത് എന്ന്. പ്രോൺസ് അതിൽ നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫുൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിക്കിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രോൺസ് കടുകടുവെന്ന് ഭയങ്കര കടുപ്പായി പോവും എന്നാണ് മൊമ്മ പറയുന്നത്. അതേട്ടോ, അത് ശരിയാണ്. കടുകടുവെന്ന് ഭയങ്കര കടുപ്പായി പോവും. അപ്പോൾ അങ്ങനെ കടുപ്പാകുന്നതിന് പകരം പ്രോൺസ് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷാലോ ഫ്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പ്രോൺസ് പിക്കിളിൻ്റെ ഒപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി പേരും നമ്മളോട് സംശയങ്ങൾ ചോദിച്ചത് കാരണം നമ്മൾ പ്രോൺസ് ഷാലോ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ കാണിക്കുകയാണ്. അപ്പോൾ സംശയങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒക്കെ മാറും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, നമ്മളതിന് റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. പ്രോൺസ് കഴിക്കാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, ആ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പ്രോൺസ് ഷാലോ ഫ്രൈ ആണ്, അതായത് പിക്കിളിന് വേണ്ടിയിട്ട് പ്രോൺസ് ഷാലോ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞു. ഇനി നമ്മളിതേ ചെമ്മീൻ, മീഡിയം സൈസ് ചെമ്മീൻ, ആ ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകിക്കൊണ്ട് വന്നതാണ്. ഇത് എന്തിനാന്നറിയാമോ? കറി വെക്കാനല്ല, കറി വെക്കാൻ ഇച്ചിരി വലിപ്പം കുറവാ, പിക്കിൾ അടിക്കാൻ. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള പിക്കിൾ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പിക്കിൾ ആണ്. എനിക്കും വലിയ ഇഷ്ടമാണ്. അതിനുള്ള പരിപാടി തുടങ്ങാം. എരിവും മുളക് പൊടി സ്വല്പം ചേർത്ത്, നമുക്ക് വറക്കാൻ സ്വല്പം ചേർത്ത് പുരട്ടി വെച്ച് വറക്കണം. പിന്നെ നമ്മൾ പിക്കിള് ചെമ്മീത്തിനായിട്ട് നമ്മൾ ആ സ്പൂണിന് ഒരു 1.5 സ്പൂണേ ഇത് പുരട്ടി വെക്കാനായിട്ട് മുളക് പൊടി, എരിവ് മുളക് പൊടിയാണ് ചേർത്തേക്കണം. കാരണം നമ്മൾ എരിവ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ വഴറ്റി മിക്സിങ്ങിന് ചേർക്കുന്നുണ്ട്, പിക്കിളിന് മിക്സിങ്ങിന് ചേർക്കും. അതുകൊണ്ട് അത്രയും ഇപ്പം അരപ്പിന് മാത്രമല്ല, വറക്കാൻ മാത്രം ചേർത്താൽ മതി. ഉപ്പ് പാകത്തിന് വേണം. ഞാനൊരു സ്വല്പം ഈ സ്പൂണിന് ഇട്ട് വെച്ച് ലാസ്റ്റ് മിക്സ് ചെയ്ത് വെച്ച് കുറവുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും ചേർക്കണം, കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് മതി. മഞ്ഞപ്പൊടി ഇതിന് മാത്രം ഉള്ളതാട്ടോ ഇപ്പം പറയണത്. പിന്നെ നമ്മളെപ്പോഴും ചെമ്മീൻ വറക്കുമ്പോൾ എന്നാ സ്പെഷ്യലായിട്ട് ചേർക്കണ ഒരു സാധനം റവ. ഇത് റോസ്റ്റഡ് റവയാണോ? റോസ്റ്റഡാ. അത് കുറച്ച് കൂടുതൽ ചേർക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ കരിയൂന്നിരിക്കും ചെമ്മീൻ കടിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഇപ്പം ഇത് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചിരിക്കണം. ഇതിലേക്ക് എരിവും ഉപ്പും റവയെല്ലാം കൂടെ ഒന്ന് മൂടി പൊത്തി മിക്സ് ആവാനായിട്ട്. മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് തവയിൽ എണ്ണ ഒഴിച്ച് ഇത് മറ്റ് സാധാരണ കഴിക്കാനായിട്ട് വറക്കുന്നത് പോലെ ഡീപ് ഫ്രൈ ആക്കരുത് കേട്ടോ. പിക്കിളിനാകുമ്പോൾ മീഡിയം ഷാലോ ഫ്രൈ അത് മതി. മീഡിയം ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ കടുകടുവെന്നായി പോവും പിക്കിള് ഉണ്ടാക്കി കഴിയുമ്പോൾ. അത് കൊള്ളൂല, സോഫ്റ്റ് ആയിട്ടിരിക്കണേ പോവും. അതുകൊണ്ട് അമ്മയുടെ ചെമ്മീൻ പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും. പിന്നെ ഇവിടെ വന്ന് പലരും ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് തിരുമറയൂര് ഏലിമാമ ഉണ്ടാക്കുമായിരുന്നു. മരിച്ചു പോയി എലിമാമ പിക്കിളിന് എക്സ്പെർട്ട് ആയിരുന്നു. അത് ശരി. അങ്ങനെയാണ് അമ്മ അവിടെ വെച്ച ഇത് മനസ്സിലാക്കി എലിമാമയുടെ കയ്യിൽ നിന്ന് പഠിച്ചതായത്. പിന്നെ പെരട്ടി കുറച്ചേരം ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അവൻ അങ്ങനെ ഇരുന്ന് അതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കളയാം. ശരി. നമ്മള് പെരട്ടി വെച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് വറുത്ത് പോരാം. വേഗം കോരിക്കോ, എന്നിട്ട് എനിക്ക് കഴിക്കാം. ഞാൻ ഇന്ന് ഇച്ചിരി സ്ട്രിക്റ്റിലാ. ഇന്ന് ഞാൻ എന്റെ അളവ് അങ്ങ് തന്നത് കഴിച്ചാൽ മതി, ബാക്കി പിക്കിളാ. എപ്പോഴും അല്ലാതെ റോസ്റ്റ് കിട്ടണമല്ലേ. ഇത് നമുക്ക് എണ്ണ ഒഴിക്കാം തവയിലേക്ക്. നല്ലെണ്ണയാട്ടോ പിക്കിള് ഉണ്ടാക്കണത് കൊണ്ടാണ് നല്ലെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ സാധാരണ വറക്കാറ്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, അധികം ഡീപ് ഫ്രൈ ആക്കൂല പിക്കിളിനുള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് കിടക്കട്ടെ. മീഡിയം ഫ്രൈ ആക്കുള്ളൂ, ഷാലോ ഫ്രൈ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇടാം എണ്ണയിലേക്ക്. ചെമ്മീൻ എണ്ണ ചൂടായതേ
കംപ്ലീറ്റ് അതിലേക്ക് ചേർത്ത് നിരത്തി അങ്ങ് ഇടാം. തെറിക്കല്ലേ, തെറിക്കരുത് കേട്ടോ, കയ്യിലേക്ക് തെറിക്കരുത്, എണ്ണ തെറിക്കും ചിരട്ടം. കണ്ടോ, ഇങ്ങനെ മിക്സായി കിടന്ന് വെന്തോളം. ഇടയ്ക്കൊക്കെ മറിച്ചിരുന്നു. അത് അല്ല, ഇടയ്ക്കല്ല, നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കൊടുത്താൽ മതി. ഏതാണ്ടൊരു സ്മെല്ലൊക്കെ വരും മൂത്ത് വന്നതിൻ്റെ അന്നേരം നമുക്ക് അങ്ങ് മറിച്ചാൽ മതി, മൊത്തം അങ്ങ് മറിച്ചാൽ മതി. ഇങ്ങനെ കിടന്ന് നേക്കാം. കണ്ടോ, തവ നിറച്ചുണ്ടല്ലേ. ഇടുമ്പോൾ തവ നിറച്ചുണ്ട്. വറുത്ത് പോരുമ്പോൾ ഇതിപ്പോൾ ഫുൾ വറക്കണില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചേ കുറയുള്ളൂ. ഇല്ലെങ്കിൽ വറുത്ത് വരുമ്പോൾ കുറയും. നല്ല രസമുണ്ടല്ലേ. പിന്നെ മീതെ ഇച്ചിരി വേപ്പില ഇടണം നമുക്ക്. നമ്മുടെ ചെമ്മീൻ പിക്കിളിനുള്ള ചെമ്മീൻ്റെ ഈ പാകത്തിന് മൂപ്പിക്കാവുള്ളൂ കേട്ടോ. തീരെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത് നമ്മ പറഞ്ഞില്ലേ, ഈ പാകത്തിന്. നോക്കിയേ, ഉണ്ടോ, നല്ല സ്മെല്ല് തന്നെ വറുത്തപ്പ. ഇനിയിപ്പോ നമുക്കിത് വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. എന്നിട്ട് ഈ തവയിൽ തന്നെ നമുക്ക് ആ ഉള്ള എണ്ണയിലേക്ക് തന്നെ നല്ലെണ്ണ വേറെ ഒഴിച്ചാൽ മതി നമുക്ക്. കാരണം ഇത് നല്ലെണ്ണയിലാ വറുത്തേക്കണത്. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് സാധാ പിക്കിള് പോലെ തന്നെ ചെയ്യാട്ടോ. ശരി, കണ്ടോ, ഇങ്ങനെയുണ്ട്. അടിപൊളി. ഇനി തണുത്തിട്ട് വേണോ നമ്മള് ബാക്കിയുള്ള പരിപാടി? ഇനി ഇത് നമ്മളൊരു ഡിഷിലേക്ക് കോരി മാറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെമ്മീനും തണുക്കണം. പിന്നെ നമുക്ക് ഞാൻ മസാലയ്ക്ക് ഉള്ളിയൊന്നും നന്നാക്കി വെച്ചിട്ടില്ല. ഉള്ളി ഇഞ്ചി അങ്ങ് വഴറ്റാനുള്ള എല്ലാ സംഗതി എടുത്തേച്ച് നമുക്കത് വഴറ്റി ഇത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മിക്സ് ചെയ്ത് മറ്റു പിക്കിള് പോലെ തന്നെ എപ്പോഴും ചെയ്യണമല്ലേ ഇത് ചെമ്മീൻ കിട്ടുമ്പോ. ഇത് ശരിക്കും അമ്മയോട് പറഞ്ഞത് ഇച്ചിരൂടെ മുഴുത്തതായിരുന്നല്ലോ ഈ നല്ലേന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞപ്പോ മുഴുത്തത് കിട്ടാതെ എന്നാ ചെയ്യണേ, കിട്ടിയത് കൊണ്ടൊക്കെ പിക്കിൾ എടുക്കാന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റിലല്ലേ പ്രാധാന്യം. അതെ, നമുക്ക് ചാറ് വെക്കാനാണെങ്കിൽ ഇച്ചിരൂടെ വലുത് വേണം. ടേസ്റ്റ് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാന്നേ. നിങ്ങളൊക്കെ അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണവരും. ശരി, നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലേ? ഇനി പിക്കിളിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് അങ്ങ് ഷാലോ ഫ്രൈ ചെയ്യ്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയ momas.kitchen65 പോയിട്ട് വേഗം പോയി ഫോളോ ചെയ്തോളുക കേട്ടാ. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ബൈ.